അപ്പൊ എന്താന്ന് മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെയാണ് വെക്ടർ യൂണിറ്റ് വെക്ടർ നൊട്ടേഷനിൽ വെക്ടർ എഴുതുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് എന്താണെന്ന് പഠിച്ചു നോക്കാം. നെക്സ്റ്റ് ടോപ്പിക്, റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ്. ഇപ്പോൾ എനിക്കിതാ ഇങ്ങനെ ഒരു വെക്ടർ ഉണ്ട്, കണ്ടല്ലോ, ആർ വെക്ടർ. എന്റെ വെക്ടർ ആറാണ്. ആർ വെക്ടർ എങ്ങനെയുണ്ട്, ഇതെന്തുണ്ടായിരിക്കും, ഒരു എക്സ് കമ്പോണന്റ് ഉണ്ടായിരിക്കും, വൈ കമ്പോണന്റ് ഉണ്ടായിരിക്കില്ലേ. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വെക്ടർ വന്നത് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു എ എന്നുള്ള വെക്ടർ ആക്കി എടുത്തു. ദിസ് ഈസ് എ വെക്ടർ. ഈ വെക്ടറിന്റെ പേരെന്താണ്, എ എന്നാണ്. എ. ഓക്കെ, എന്ത് ചെയ്തു, ഇങ്ങനൊരു ഇത് വൈ ആക്സിസ് ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് വൈ ആക്സിനെ മുട്ടുന്ന പോയിന്റ്, പെർപെൻഡിക്കുലർ ആണ്. ഇതാണ് എന്ത്, എ എക്സ് ആൻഡ് ദിസ് ഈസ് മൈ എ വൈ, വൈ കമ്പോണന്റ് ആൻഡ് എക്സ് കമ്പോണന്റ്. ഓക്കെ, ഈ ആംഗിൾ ഞാൻ എന്ത്, തീറ്റ എന്നുള്ളൊരു ആംഗിൾ. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ജസ്റ്റ് ഒരു നൊട്ടേഷൻ, ഒരു ആംഗിൾ സൂചിപ്പിക്കാൻ. ഇതെന്തായിരിക്കാം, 10 ഡിഗ്രി, 12 ഡിഗ്രി, 20 ഡിഗ്രി, 60 ഡിഗ്രി, എന്താണെങ്കിലും ആവാം. അതിനെ കോമൺ ആയിട്ട് പറയുന്ന ഒരു സിമ്പിൾ ആണ് എന്ത്, തീറ്റ എന്ന് പറഞ്ഞാൽ. ഓക്കെ, തീറ്റ എന്ന് പറഞ്ഞൊരു ആംഗിൾ ഞാൻ എടുത്തു. അപ്പൊ ഇതാ കണ്ടോ, ഇതെന്താ ഐ ക്യാപ്പ് കണ്ടോ, ഐ ക്യാപ്പ്. എക്സ് ആക്സിലൂടെ പോകുന്ന യൂണിറ്റ് വെക്ടർ ആണ് എന്ത്, ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ. വൈ ആക്സിലൂടെ പോകുന്ന യൂണിറ്റ് വെക്ടർ ആണ് എന്ത്, ജെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ. അത് പറഞ്ഞുതരാലോ. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്തു, അപ്പൊ എനിക്ക് ഇവിടെ ഒരു രണ്ട് എന്ത് ചെയ്തു, മട്ടത്രികോണം കിട്ടിയല്ലോ. ദിസ് ഈസ് പെർപെൻഡിക്കുലർ ആൻഡ് ആൾസോ ദിസ് ഈസ് പെർപെൻഡിക്കുലർ. അപ്പോ എനിക്ക് എന്ത് കിട്ടി, രണ്ട് മട്ടത്രികോണങ്ങൾ കിട്ടിയില്ലേ. ഇവിടെ എന്താണ്, എ ആണല്ലേ. ദിസ് ഈസ് എ വെക്ടർ. അപ്പോ ഈ എ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മോഡുലസ് എ ആയിരിക്കും. എ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മോഡുലസ് എ. മോഡുലസ് എന്ന് എന്താ, ഈ നീളം ആണ് ഉദ്ദേശിക്കുന്നത്. മോഡുലസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ നീളമാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ആൾറെഡി ഞാൻ പറഞ്ഞു തന്നാണ്. ഓക്കെ, ഇനി എനിക്ക് എ എക്സ് കാണണം. എ എക്സ് ഞാനിവിടെ കോസ് തീറ്റ കണ്ടുപിടിക്കാൻ പോണേ. കോസ് തീറ്റ, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, adjacent side by hypotenuse അല്ലേ. adjacent side by hypotenuse. adjacent by hypotenuse. കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് adjacent side കിട്ടുന്നത്, this is adjacent side അല്ലേ. എന്താണ്, എ എക്സ് ആണല്ലേ. ഇതിന്റെ ബാക്കി ഞാൻ ഇവിടെ എഴുതുന്നു കേട്ടോ. അപ്പോൾ adjacent side എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എ എക്സ് അല്ലേ. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ നീളം അല്ലേ. അത് മോഡുലസ് എ അല്ലേ. ആ നീളത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് മോഡുലസ് എ. വെക്ടർ എ ആണ്, പക്ഷെ അതിന്റെ നീളം സൂചിപ്പിക്കും മോഡുലസ് എ. അപ്പോൾ കോസ് തീറ്റ ഈക്വൽ ടു എ എക്സ് ബൈ എ എന്ന് കിട്ടി. ഈ മോഡുലസ് എ ഞാൻ കോസ് തീറ്റയുടെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എ എക്സ് എന്ന് കിട്ടും. എ എക്സ് ഈക്വൽ ടു മോഡുലസ് എ കോസ് തീറ്റ എന്ന് കിട്ടില്ലേ. മോഡുലസ് എ, ഇവിടെ വെക്ടർ നൊട്ടേഷൻ ഒക്കെ ഇടാം. മോഡുലസ് എ കോസ് തീറ്റ കിട്ടിയില്ലേ. ഇക്വേഷൻ ഈ മോഡുലസ് എനെ പുറത്തേക്ക് കൊണ്ടുപോകാം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ എ എക്സ് ആണെന്ന് പറഞ്ഞാൽ എ കോസ് തീറ്റ. അതുപോലെ സൈൻ തീറ്റ കണ്ടാൽ മതി. സൈൻ തീറ്റ കണ്ടിട്ട് ഇതുപോലെ ഈ മോഡുലസിനെ കൊണ്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഊഹിക്കാൻ പറ്റും. എന്തായിരിക്കും, അതന്നെ എ വൈ. എ വൈ എന്ന് പറഞ്ഞാൽ മോഡുലസ് എ ഇൻറ്റു സൈൻ തീറ്റ എന്നായിരിക്കും. സൈൻ ഓഫ് സൈൻ തീറ്റ. നിങ്ങൾക്ക് ചെയ്യാന്നല്ലേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ചോദിച്ചാൽ മതി, ഈസി അല്ലേ. നിങ്ങൾ തന്നെ എഴുതുക. സൈൻ ആയിരിക്കും ഇവിടെ എന്നുള്ളൂ, കോസിന് പകരം സൈൻ ആയിരിക്കും. അപ്പൊ നമുക്ക് എ എക്സും കിട്ടി, എ വൈയും കിട്ടി അല്ലേ. ഓക്കെ ആണോ.
ഇനി എന്ത് ചെയ്യാം, ax square plus ay square കാണാം. ax square plus ay square, ax square plus ay square എന്തായിരിക്കും? എന്തായിരിക്കും? മോഡുലസ് എ സ്ക്വയർ, ax സ്ക്വയറിന്റെ ax സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഹോൾ സ്ക്വയർ എന്നാവും. ഓക്കെ, സ്ക്വയർ എന്താണ്? രണ്ടിനും ബാധകമാണ്. അപ്പൊ എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. ഓക്കെ, മോഡുലസ് എ ആണ്, ഞാൻ തൽക്കാലം എ സ്ക്വയർ എന്ന് എഴുതുന്നു. എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. മനസ്സിലായല്ലോ? ഈ സ്ക്വയർ എന്താണ്? രണ്ട് ടേമിനും ബാധകമാണ്, രണ്ടിനും സ്പ്ലിറ്റ് ആയി കൊടുക്കണം. കോസ് തീറ്റ പ്ലസ് എ വൈ എന്തായിരുന്നു? എ സൈൻ തീറ്റ ആണ് അല്ലെ. എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. ഇനി എ സ്ക്വയർ പുറത്തേക്ക് എടുത്താൽ എന്ത് കിട്ടും? എ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ എന്ന് വരില്ലേ? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. സൈൻ സ്ക്വയർ തീറ്റ അല്ലെ? അതെന്താണ്? 1 അല്ലേ? അപ്പൊ എ സ്ക്വയർ പ്ലസ് എ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ 1 ആയി പോയി. ബാക്കി എന്തുണ്ട്? എ സ്ക്വയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എ സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ എന്തായി? എ സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു y square is equal to modulus a square അല്ലേ? എ സ്ക്വയർ മോഡുലസ് എ സ്ക്വയർ ഒരേമായി തന്നെ അല്ലേ? എന്താണ് ലെങ്തിനെ സൂചിപ്പിക്കുന്നത്? മോഡുലസ് എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മോഡുലസ് എ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ദിസ് ആവില്ലേ? ഈ സ്ക്വയറിനെ അപ്പുറത്തേക്ക് നമ്മൾ റൂട്ട് ആവില്ലേ? അപ്പൊ മോഡുലസ് എ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ. അപ്പോൾ മോഡുലസ് എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു ഇക്വേഷൻ കിട്ടി. Modulus of a vector എന്താണ്? Modulus of a vector is equal to root of its component. Root of x component square plus x component square plus എന്താണ് അടുത്തത്? പറയൂ. y component square അല്ലേ? കിട്ടിയല്ലോ. ഇതാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. മനസ്സിലായല്ലോ? മോഡുലസ് എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എ വൈ സ്ക്വയർ. ഓക്കെ അല്ലേ? ഞാൻ പറയട്ടെ, ദിസ് ഈസ് ax എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ എഴുതുന്നു this is 4i cap 4i cap. y component എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുന്നു 3j cap. x component 4i cap, y component 3j cap. അപ്പോൾ what is my magnitude of this vector? കാണാൻ പറ്റുമോ? ഇതൊക്കെ എന്റെ അളവ് എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. മോഡുലസ് ഓഫ് എ അല്ലെ? വെക്ടർ എ ഇങ്ങനെയാണ്, മോഡുലസ് എ ആണ് കാണേണ്ടത് അല്ലെ? മോഡുലസ് എ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ കണ്ടാൽ മതി. എ എക്സ് സ്ക്വയർ എന്തായിരുന്നു? 3a സ്ക്വയർ പ്ലസ് 4a സ്ക്വയർ എന്തായിരിക്കും? 25 റൂട്ട് വരുമ്പോൾ എത്രയും 5 ആയി. അപ്പൊ എന്റെ വെക്ടർ എന്തായി? വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ആണ്. ആൾസോ വെക്ടറിനെ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, 3j cap പ്ലസ് 4i cap അല്ലെ? വെക്ടറിന്റെ ലെങ്ത് എത്രയായിരുന്നു? 5 യൂണിറ്റ്. ഓക്കെ,
ഇത് എത്രയാണ് 5 ആണെന്നാണ് അർത്ഥം. ഓക്കെ, മനസ്സിലായോ? സെറ്റ് അല്ലേ? ഓക്കെ. അപ്പോ റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ അത്രേ ഉള്ളൂ. വെക്ടറിനെ രണ്ട് കമ്പോണന്റ് ആക്കുന്നതാണ് എന്ത്? റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ. അതായത് ഒരു വെക്ടറിന് എക്സ് ആക്സിലും വൈ ആക്സിലും ഈ പ്ലെയിൻ ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ഒരു വെക്ടറിന് എക്സ് ആക്സിലും വൈ ആക്സിലും എന്തുണ്ട്? അതിന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് പറയുന്നത്. എക്സ് ആക്സിലൂടെ ഉള്ള സാന്നിധ്യമാണ് എ എക്സ് അല്ലെങ്കിൽ എ കോസ് തീറ്റ, മോഡുലസ് എ കോസ് തീറ്റ. വൈ ആക്സിലൂടെ ഉള്ള വെക്ടറിന്റെ സാന്നിധ്യമാണ് എന്ത്? മോഡുലസ് എ സൈൻ തീറ്റ. അങ്ങനെ വെക്ടറിന് എന്ത് ചെയ്യാം? അതിന്റെ കമ്പോണന്റ്സ് ആക്കി എഴുതാൻ പറ്റും. ഏത് വെക്ടർ നമുക്ക് എന്ത് ചെയ്യാം? കമ്പോണന്റ്സ് ആക്കി എഴുതാം. അങ്ങനെ വെക്ടറിനെ കമ്പോണന്റ്സ് ആക്കി എഴുതുന്ന രീതിയാണ് എന്ത്? റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ. ഏതൊക്കെ കമ്പോണന്റ്സ് ഉണ്ട്? എക്സ് ആക്സിസ് എക്സ് കമ്പോണന്റ്സ് ഉണ്ട്, വൈ ആക്സിസ് വൈ കമ്പോണന്റും ഉണ്ട്. അപ്പോൾ ഒരു വെക്ടറിനെ എങ്ങനെ എഴുതാം? എക്സ് കമ്പോണന്റ് പ്ലസ് വൈ കമ്പോണന്റ് ആക്കി എഴുതാൻ പറ്റും. അതാണ് എന്ത്? റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ. Now we have to go through parallelogram law of vector addition. Okay. നമ്മൾ ഇനി പറയാൻ പോകുന്നു പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ ആണ്. ഈ പാരലോഗ്രാം ലോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കേണ്ട സാധനമാണ്. അതിനു മുമ്പേ നമ്മൾ ഒരു വെക്ടറിനെ, പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ടെന്ന് വെച്ചാൽ ഒരു വെക്ടർ എ ഇങ്ങനെയുണ്ട്. ഒരു വെക്ടർ എക്സ് വൈ പ്ലെയിൻ ആണ്. ഒരു വെക്ടർ എ ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു. ദിസ് ഈസ് മൈ എ വെക്ടർ അല്ലേ? ഇനി ഇതിന്റെ കമ്പോണൻസ് വേണമല്ലോ. കമ്പോണൻസ് എങ്ങനെ ഉണ്ടാക്കുക? കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണം കേട്ടോ. പെർപെൻഡിക്കുലർ ആയിട്ട് എക്സ് വൈ ആക്സിലേക്ക് വരയ്ക്കുക. അപ്പോൾ ഇതാണ് എന്റെ എന്ത്? എ എക്സ് കമ്പോണന്റ്. ദിസ് ഈസ് എ വൈ കമ്പോണന്റ്. കമ്പോണൻസ് ആയില്ലേ? എക്സും എ വൈ എന്താണ്? വെക്ടേഴ്സ് തന്നെയാണ് കേട്ടോ. കമ്പോണൻസ് ആയി. ദിസ് ഈസ് തീറ്റ. എ ആംഗിൾ, ഏത് ആംഗിൾ ആവാം. അപ്പോൾ വെക്ടറിനെ ഞാൻ പറഞ്ഞു എന്തുണ്ട്? എക്സ് ആക്സിലും വൈ ആക്സിലും എന്തുണ്ട്? അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എ എക്സ് എന്നുള്ള ഒരു വെക്ടറാണ് എക്സ് ആക്സിൽ എക്സ് കമ്പോണന്റ് ആയിട്ട് വരുന്നത്. വൈ ആക്സിൽ കമ്പോണന്റ് ആയിട്ട് വരുന്ന എ വൈ. അങ്ങനെ തീറ്റയാണ് ആംഗിൾ. ഇനി ഞാൻ ടാൻ തീറ്റ കണ്ടുപിടിക്കാൻ പോവാണ്. ടാൻ തീറ്റ എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. എ വൈ എന്ന് പറഞ്ഞാൽ ഇതാണല്ലേ? ഇത് തന്നെയാണല്ലോ ഇപ്പുറത്തും വരിക. ദിസ് ആൾസോ എ വൈ അല്ലേ? എ വൈ. നേരത്തെ സൈൻ തീറ്റ കാണുമ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചല്ലോ. ഓക്കെ, ഇതാണ് എ വൈ ട്ടോ. ഇങ്ങനെയാണ് സൈൻ തീറ്റ കാണേണ്ടത്. അപ്പോൾ വൈ കമ്പോണന്റ് നമ്മൾ നേരത്തെ എക്സ് കമ്പോണന്റ് കണ്ടാൽ വൈ കമ്പോണന്റ് കിട്ടും. അപ്പോൾ ഈ സെയിം ലെങ്ത് തന്നെയാണല്ലോ ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് എന്താണ്? എ വൈ ആണ്. ഓക്കെ അല്ലേ? ഈ ടാൻ തീറ്റ കാണുമ്പോൾ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ബൈ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അപ്പോൾ എ വൈ ഡിവൈഡ് ബൈ എ എക്സ് കിട്ടില്ലേ? ഓപ്പോസിറ്റ് സൈഡ്, തീറ്റന്റെ ഓപ്പോസിറ്റ് ഏതാണ്? എ വൈ. തീറ്റയുടെ അഡ്ജസ്റ്റന്റ് ആണ് എ എക്സ്. അപ്പോൾ എ വൈ ബൈ എ എക്സ് എന്നുണ്ട് ടാൻ തീറ്റ കിട്ടുക. അപ്പൊ തീറ്റ എന്ത് കിട്ടും? ഈ ടാനിന്റെ ഇൻവേഴ്സ് ആണ് എന്ത്? ടാൻ ഇൻവേഴ്സ് പഠിച്ചിട്ടുണ്ടാവില്ലേ? അതായത് എ എന്ന് പറഞ്ഞാൽ 1/a എന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സ് ആണ്. അതുപോലെ ടാൻ ഇൻവേഴ്സ്, ടാനിന്റെ ഇൻവേഴ്സ് ആണ് ടാൻ ഇൻവേഴ്സ് എക്സ്. എ വൈ ബൈ എ എക്സ്. എ വൈയും എ എക്സ് എന്താണ്? യൂണിറ്റ്സ് ആണ്, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ തീറ്റ എങ്ങനെ കാണാം? ചിലപ്പോൾ എക്സാമിന് തീറ്റ കാണാൻ ചോദിക്കും. എ എക്സ് എ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ 5y പ്ലസ് 3j എന്നുള്ളൊരു വെക്ടർ ഉണ്ട് എങ്കിൽ
ഇത് എക്സ് ആക്സുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണെന്ന് എക്സാം ചോദിക്കുകയാണെങ്കിൽ ദിസ് ഈസ് എ വെക്ടർ എന്നും തരും. ദിസ് എ വെക്ടർ 5y പ്ലസ് 3j. അപ്പോൾ ഇത് എക്സ് ആക്സുമായിട്ട് ആംഗിൾ ഉണ്ടാക്കുന്ന എത്രയാണെന്ന് ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യാം, ടാൻ തീറ്റ ഈക്വൽ ടു എ വൈ ബൈ എക്സ് എന്ന് എഴുതാ. എന്നിട്ട് ടാൻ ഇൻവേഴ്സ് എ വൈ എന്ന് പറഞ്ഞാൽ എന്താണ് 3, അതായത് y കമ്പോണന്റ് 3/5 എക്സ് കമ്പോണന്റ്. ഇതായിരിക്കും എന്ത്, ഇത് നമുക്ക് കാൽക്കുലേറ്റർ അടിച്ചു നോക്കിയാൽ അറിയാം. ടാൻ ഇൻവേഴ്സ് ഒക്കെ കാൽക്കുലേറ്റർ ഉണ്ടാവും. ടാൻ ഇൻവേഴ്സ് 3/5 എന്ന് അടിച്ചു കൊടുത്താൽ എന്ത് ചെയ്യും, ആ ആംഗിൾ വരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്ത് ഇത് ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ആംഗിൾ എന്തുണ്ട് എക്സാമിൽ കാണാൻ വരാറുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, എല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നാണ് സ്പ്ലിറ്റിംഗ് ഓഫ് വെക്ടേഴ്സ് ആണ് പറഞ്ഞല്ലേ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. വെക്ടർ അഡിഷൻ അനാലിറ്റിക്കൽ മെത്തേഡ്. ഇപ്പോ എന്തെങ്കിലും ടൈം ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, താങ്ക് യു.